നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന പ്രസ്താവന വിവാദമായതോടെ നിലപാട് മാറ്റി പിണറായി. താൻ പ്രതികരിച്ചത് ഔദ്യോഗിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്ന് വിശദീകരണം. സംഭവത്തിലെ ഗൂഢാലോചന മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി. എന്നാൽ പിണറായിയുടെ പരാമർശം ആരെയോ സംരക്ഷിക്കാനെന്ന് രമേശ് ചെന്നിത്തല. ഗൂഢാലോചന നടന്നു എന്ന് പോലീസും ഇല്ലെന്ന് മുഖ്യമന്ത്രിയും പറയുമ്പോൾ ജനം ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ്. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമെന്ന് V മുരളീധരൻ. പ്രതി ആരെന്ന് മുഖ്യമന്ത്രിക്കറിയാം. അത് മറച്ചുവെക്കാനാണ് ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞത്. കേസിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ടോ കോടതിയുടെ മേൽനോട്ടത്തിലോ അന്വേഷണം നടത്തണമെന്നും മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ. നീതി തേടുന്ന പ്രതിഷേധം. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണയുടെ മരണത്തിലെ പോലീസ് വീഴ്ചയിൽ സമരത്തിനൊരുങ്ങി ബന്ധുക്കൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയ പോലീസ് ജിഷ്ണുവിനോട് അവഗണന കാട്ടുന്നു. 2 ദിവസത്തിനകം പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം തുടങ്ങുമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. അന്വേഷണത്തിൽ ഗൂഢാലോചനയുണ്ട്. കോളേജ് ചെയർമാൻ P കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് സാമ്പത്തികമായി ഉന്നതരായതുകൊണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രരായി പ്രവർത്തിക്കാൻ അവസരമൊരുക്കണമെന്നും ഇതു കഴിഞ്ഞിട്ട് മതി മുഖ്യമന്ത്രി വീട് സന്ദർശിക്കുന്നതെന്നും ബന്ധുക്കൾ. സർക്കാരിനെതിരെ സെൻകുമാർ. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി TP സെൻകുമാർ. തന്നെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ. TP വധക്കേസിലും മനോജ് ഷുക്കൂർ വധക്കേസിലും സ്വീകരിച്ച നടപടികൾ ഭരണകേന്ദ്രങ്ങളെ ഭയപ്പെടുത്തി. ആരോപണങ്ങൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ. മനോജ് വധക്കേസിൽ P ജയരാജന്റെ പങ്ക് അന്വേഷിച്ചത് പാർട്ടിയെ ചോടിപ്പിച്ചു. തന്റെ കാലത്ത് കണ്ണൂരിൽ നടന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകമെങ്കിൽ അതിനുശേഷം 9 പേരെന്ന് സെൻകുമാർ. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഒട്ടേറെ പോലീസുകാരെ സ്ഥലം മാറ്റിയെന്നും മുൻ DGP. IS മലയാളി കൊല്ലപ്പെട്ടു. കാസർഗോഡ് നിന്ന് ഭീകര സംഘടനയായ IS-ലെത്തിയെന്ന് കരുതപ്പെടുന്ന മലയാളി കൊല്ലപ്പെട്ടതായി വിവരം. പടന സ്വദേശി ഹഫീസുദ്ദീൻ ഡ്രോൺ ആക്രമണത്തിൽ മരിച്ചതായി കുടുംബത്തിന് ടെലഗ്രാം സന്ദേശം. എത്തിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. എന്നാൽ ഇതു സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. പടനയിൽ നിന്ന് കാണാതായ 11 സംഘത്തിന്റെ തലവനായിരുന്നു കൊല്ലപ്പെട്ടതെന്ന് പറയപ്പെടുന്ന ഹഫീസ്. സ്മരണയുടെ ദീപ്തിയിൽ. സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ആയുർവേദയുടെ ആഭിമുഖ്യത്തിൽ തലസ്ഥാനത്ത് ഡോക്ടർ PV സിദ്ധൻ അനുസ്മരണ സമ്മേളനം. മിഡ്മിക്സ് നിർമ്മാതാക്കളായ ചോലയിൽ ഹെൽത്ത് കെയർ പ്രൊഡക്ഷൻസിന്റെ സഹകരണത്തോടെ മസ്കതി ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ PK മോഹൻലാൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. സ്പാ പ്രസിഡന്റ് ബിജുകുമാർ ആയുർമഠം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ K ജോസ്കുമാർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ഡോക്ടർ N വിമല, ഡോക്ടർ C ഉഷകുമാരി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രബന്ധരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഡോക്ടർ സ്മിത S ശിവൻ സ്വാഗതവും ഡോക്ടർ സീമ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. സ്വർണ്ണവെള്ളി നിരക്കുകൾ. സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ. വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.